സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എച്ച് ആർ ഗെയിമിംഗ്. നമ്മൾ ഇന്ന് കളിക്കുമ്പോൾ ഗ്രാനിയാണ് ഗൈസ്. ഞാൻ കണ്ടന്റ് ഇല്ലാന്ന് വെച്ച് വെറുതെ ഇരിക്കുന്നു ഗൈസ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഗ്രാനി കളിച്ചിട്ട് ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ആക്കിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗൈസ് ഗ്രാനി കളിക്കാമെന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ എനിക്കുണ്ട്. പിന്നെ കണ്ട ഞാൻ ഗ്രാഫിക്സ് ഒന്ന് കുറച്ച് കൂട്ടിയിട്ടു കേട്ടോ. അതാകുമ്പോൾ എനിക്ക് കളിക്കാൻ രസം ഉണ്ടാവും, നിങ്ങൾക്ക് കാണാനും രസം ഉണ്ടാവും. ഒന്നാമതേ ഫോണിലാണ്, അപ്പോൾ ചിലപ്പോൾ ഫോണിൽ കളിക്കാൻ ഇഷ്ടപ്പെടാത്ത ചിലവരുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടിയിട്ടു. പിന്നെ നിങ്ങളെന്താണ് പറയണത് എനിക്ക് കളിക്കാറിയില്ലാന്ന്? എനിക്ക് കളിക്കാറിയാം. ഞാൻ പിന്നെ കുറേ പേര് പറയണ്ടായിരുന്നു എനിക്ക് കളിക്കാറിയില്ല, ഗ്രാനിയുടെ ബേസിക്സ് ഒന്നും അറിയില്ല. എന്തിന്? ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. ഗ്രാനി വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല ചേട്ടാ. എനിക്ക് കുറച്ച് പേടി. ആടാ കണ്ട എൻ്റെ ചെവിനെ സമ്മതിക്കണം. നമുക്ക് എവിടെ നിന്ന് ഇറങ്ങാം? റഞ്ച് കിട്ടി. ഓ, കാർ എസ്കേപ്പ് ചെയ്യാടാ. നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാം, അത് തന്നെയാണ് നല്ലത്. തൊള്ള വീണ്ടും വരും. ചിലപ്പോൾ ഇവിടെ മടങ്ങിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഈ വാതിലോട് വരും. പോവാ നമുക്ക്. എനിക്കെന്നെ കുറച്ച് പേരുണ്ട് ഓഫ് ക്യാമറയിൽ. ഇതേപോലെ ഞാൻ വാതിലാണ് വന്നടിച്ചത്. ഇവിടെ ഇല്ല. അയ്യോ, എനിക്കെന്തോ. ഓ എൻ്റെ മോനെ, ഞാൻ പറഞ്ഞടാ, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായടാ വരുന്നു. ഇന്ന് ഞാനേ ഹെഡ്സെറ്റിൻ്റെ വോളിയം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. നല്ല ഉപകാരമാണ്. ഞാൻ നടക്കുമ്പോൾ ഒക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അടുത്തെത്തുമ്പോൾ. പിന്നെ എപ്പോഴും കട്ടിലടി ഇരുന്നാൽ ശരിയാവില്ല. എന്നാലും പേടിയടാ തവച്ചിനെ. ഇതിൻ്റെ 2, 3 ഒക്കെ ഇല്ലേ, അതൊക്കെ കംപ്ലീറ്റ് ആക്കണേ. ഇതന്നെ കുറേ കാലയടാ ഞാൻ നീട്ടി വലിച്ചോണ്ട് പോണേ. ഞാൻ കരുതി കൂട്ടിയിട്ടല്ലടാ, എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. എന്തോ ഞാൻ നൂബാണ് ഈ ഗ്രാനിയുടെ കാര്യത്തിൽ. ഇത് കാർക്കി നമുക്ക് ആദ്യം പോയി തുറന്ന് നോക്കാം, അതാണ് നല്ലത്. തള്ള വേണ്ട. ഡൗട്ടുണ്ട് വരുന്നില്ല എന്തായാലും. ഇത് വേറെ ഏത് കീ? റഞ്ച് കീയാണോ ഇത്? അതേത് കീയാടാ? ഇതേത് കീയാ? കീ നോക്കാൻ പോയി പറ്റുന്നടാ. വെപ്പൺ കീ ആണിത്. അപ്പോൾ ഞാൻ റഞ്ച് കീയാ. ഗ്രാനി വന്നടാ. ഞാൻ വടി വാതലയുടെ കൂടെ നോക്കിക്കുന്നു. ഗ്രാനി പോയിട്ടെ. ഓക്കെ, തള്ളച്ചി ഒന്ന് പോയിട്ട് വേണം പോവാൻ. ഒന്ന് പോയി തള്ളേ. തള്ള പോയെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒന്നും കാണണമെന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക? ഓ, ഇതെന്താണ്? വീൽ ക്രാങ്ക് ആണ് ഗൈസ്. അത് വീൽ ക്രാങ്ക് എന്തിനാണെന്നറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ അറിയണത് വെപ്പൺ കീ ആണ്. വെപ്പൺ മറ്റേ സ്ഥലം അതൊക്കെ എനിക്കിപ്പോൾ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിൻ്റെ ബ്ലൂ പ്രിൻ്റൊക്കെ പഠിച്ചു. അന്ന് വഴി അറിയാത്തതാണ് ഞാൻ കുറേ ചത്തത്. ഇതിൻ്റെ അപ്പുറത്തോട് പോയാൽ അവിടെ എത്തുന്നതാണ് എൻ്റെ ബ്ലൂ പ്രിൻ്റ് പഠിച്ച എൻ്റെ ബ്രെയിൻ മനസ്സിലാവുന്നത്. എടാ പിന്നെ സ്ക്രൂ ഡ്രൈവറിന് നല്ല അത്യാവശ്യം ഉണ്ടോ? സ്ക്രൂ ഡ്രൈവർ എങ്ങനെ എടുക്കുക? ഈ വെപ്പൺ വെച്ച് എടുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് കുറച്ച് പണിയുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ആ, ഇതെന്താ? ഇതിവിടെ വെച്ചിട്ട്, ഓ കറക്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ പാവ മാത്രമേ ഉള്ളൂ. പാവയ്ക്കാണെങ്കിൽ നമുക്ക് മറ്റേ മരമൊക്കെ വെച്ച് പോകണം സ്ലെൻഡറിനയുടെ അവിടേക്ക്. അത് മറ്റേ ഇത് കിണറിനുള്ള സാധനമാണ് ഗൈസ്. ഓക്കെ,
ഇത് ആ ഒരു നമ്മുടെ നേരെയുള്ള സാധനമാണ്, അതൊന്ന് പോയി തുറന്നാൽ മതി. റിസ്ക് എടുക്കണോ എടാ? ഫുഡ് സ്റ്റെപ്പ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാ? റിസ്ക് എടുക്കടാ, അത്ര തന്നെ. ഒറ്റ മൈനിൽ പോയിട്ട് എടുക്കടാ. ഓക്കേ, ഇതൊന്ന് സൂചിയാണ് ഇതിൽ വെക്കണം. ഓക്കെ, ഇത് വെച്ച് മയക്കണം. തള്ളേനെ ആദ്യം കൊണ്ട് വിളിക്കണടാ. ഇവിടെ വന്നിട്ടേ ഈ ഗേറ്റ് തട്ടിട്ടാലോ? ഗേറ്റ് തട്ടിട്ട് ഗൈസ്, തള്ളപ്പം എന്തായാലും വരും. ഈ ഗേറ്റ് ഉണ്ടോ വെച്ചിട്ട് എന്തായാലും വരുന്ന ഉറപ്പാണ്. 2000 years later. ഓ വെടി വെച്ച അത്രേ ഉള്ളൂ, ചത്തില്ലേ? വേറെ എന്തായാലും എല്ലാ സ്ഥലത്തും നോക്കാം. അടുക്കളയില എവിടെയൊക്കെ പോയി നോക്കാം നമുക്ക്. എല്ലാ സ്ഥലവും ഇപ്പോഴേ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് മറ്റേ കിണറിൻ്റെ സാധനം എടുത്തിട്ട് നമുക്ക് പുറത്ത് കൊണ്ടൊക്കെ. കിണർ ഇപ്പോൾ അറിയാലോ, ജെല്ലൂരി അങ്ങ് ചാടിയാൽ മതി. വേഗമായി ചെയ്താൽ മതി ഇതൊക്കെ. ഇതിവിടെ വെച്ചിട്ട് തിരിക്കുക. ഇത് തിരിക്കാനും കുറച്ച് നേരം ഉണ്ടെന്ന് തോന്നറാ. ഓ കാറഞ്ചിനാണ് ഗൈസ്. അപ്പോൾ തണ്ണിമത്തം മുറിച്ചാലാണ് കീ കിട്ടുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ എന്തെങ്കിലും ഐറ്റംസ് കിട്ടുള്ളൂ. ഇതെല്ലാം വേഗം തുറന്നു നോക്കാം. പിന്നെ ഗ്രാനി വന്നിട്ട് ബാക്കിൽ നിന്ന് അടിക്കൂടാ, അത് സീനാണ്. ഗ്രാനി വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഓ തണ്ണിമത്തനുണ്ട്. ഇതുകൂടെ കിടന്നിട്ട് നമുക്ക് വേഗം തണ്ണിമത്തനും കൂടി പുറത്തുള്ള കാര്യമൊക്കെ വേഗം ചെയ്യാം. അതാണ് കുറച്ചും കൂടി നല്ലത്. കട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും കീയാണ് കിട്ടുക ഗൈസ്. അപ്പോൾ ഇതിന് മുമ്പത്തെ നമ്മുടെ ഗ്രാൻഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തായാലും എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, നല്ല രസമാടാ, ഒന്ന് പോയി കാണടാ. ഓ സ്പാർക്ക് പ്ലഗ് ഇതിനായിരുന്നു. ഓ കാർ ഓ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്പാർക്ക് പ്ലഗ് കണ്ടിട്ട് സ്പാർക്ക് പ്ലഗ് എന്താണെന്ന് ചോദിച്ച് നടന്നു. ഞാൻ പൊട്ടനായിരുന്നു അന്ന്. തള്ളേനെ തീർത്തിട്ട് നമുക്ക് എങ്ങോട്ടേലും എസ്കേപ്പ് ആവാം. നമുക്ക് ക്രോസ് ബോ ഇട്ടുണ്ട് ഗൈസ്. ഇതെടുത്തിട്ട് ഇങ്ങനെ തള്ളേനെ വിളിച്ചാൽ മതി ഗൈസ്. ഇത് പോയി തട്ടിയിടാം, അതാകുമ്പോൾ ചിലപ്പോൾ തള്ള വേഗം വരും. എന്താടാ വരാത്തെ? വന്ന് തള്ള വന്നു. ഇനി ചമ്പ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കാറിൻ്റെ ബാറ്ററി. കാർ ബാറ്ററിയാടാ അത്. എൻജിൻ പാർട്ട് ആദ്യം നമുക്ക് എൻജിൻ പാർട്ട് കൊണ്ടുവരാം. പിന്നെ ഗ്യാസ് ഓയിൽ വേണം. ഈ തള്ള മാറി എന്താണ് വയ്യേ വെക്ക്. ഓക്കെ, നമ്മുടെ എൻജിൻ പാർട്ട് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഇട്ടിട്ട് സ്പാർക്ക് പ്ലഗും കൂടി ഉണ്ട് കാരണവശാലുള്ളത്. ഇത് മൂന്നിപ്പോൾ നമുക്ക് കിട്ടി. ബാറ്ററി, എൻജിൻ പാർട്ട്, പിന്നെ സ്പാർക്ക് പ്ലഗ്. ഓക്കെ, ഇനി സ്പാർക്ക് പ്ലഗും കൂടി കൊണ്ടിടാം. പിന്നെ ഗ്യാസ് ഓയിൽ വേണം. പിന്നെ എന്തെങ്കിലും വേണമെന്ന് അറിയില്ല. ഇതുകൂടെ എടുത്തിട്ട് ആദ്യം പോയി എൻജിൻ വെക്കുക. എൻജിൻ എടുക്കുക, എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വയ്ക്കുക. പിന്നെ നമുക്ക് ബ്രഞ്ച് വേണം. ബ്രഞ്ച് മറന്നു ഞാൻ. ബ്രഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായത് എവിടെയാണോ? ഇത് ഞാൻ അവിടെ വയ്ക്കാം. എന്നിട്ട് ഓക്കെ, ഇത് നമുക്ക് ബ്രഞ്ച് വേണം. തോക്ക് കിട്ടിയപ്പോൾ സീനാ തോക്ക്. എടാ ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനിക്ക് അപ്പോഴേ തോന്നി ഹെഡ്സെറ്റ് വെച്ചാൽ നല്ല കാര്യം കിട്ടാം. ഞാൻ ഈ ഫുൾ ഹെഡ്സെറ്റ് വെച്ച് കളിക്കാൻ പോകണം. പക്ഷെ ഇടയ്ക്കൊരു ചിരിയുണ്ട്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരുമാതിരി അല്ലേ പേടിയാണ് എനിക്ക്. ചേസിങ് ആണ് കേട്ടോ പേടി, വേറെ തള്ളാനൊന്നും പേടിയില്ല. തള്ളയുടെ ചേസിങ്ങാണ് പേടി. അന്ന് ഈ തോക്ക് നമുക്ക് കൊണ്ടുവന്ന് കിട്ടിയ കിട്ടിയ എപ്പിസോഡിൽ ഇന്ന് എസ്കേപ്പ് ആകാൻ പറ്റുന്ന എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഗ്യാസ് ഓയിലും കൂടി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഇവിടുന്ന് പോവാന്ന്. തള്ളാനെ കൊല്ല ഭയങ്കര ശല്യടാ, അറിയാലോ. വെറുതെ ആവശ്യമാണ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതും തട്ടിയിട്ടിട്ട്. എന്താത് തീയടാ?
ആ അത് മൂഞ്ചി. ഇനിയിപ്പോൾ ഇത് വേറെ തട്ടി ഇവിടെ വന്നാ ഓക്കെ. ഇത് ഇങ്ങനെ തട്ടിയിട്ടിട്ട് ഇനിയൊരു ടപ്പ കൊടുക്കണം. ടപ്പ ഓക്കെ. ഇത് നല്ലൊരു കാര്യമാണ് കേട്ടോ, ഈ സൂചി അവിടെ തന്നെ വീണതേ. അതുകൊണ്ട് നമുക്ക് പിന്നെ വീണ്ടും അവിടെ തന്നെ എടുക്കാം, അത് നല്ലൊരു കാര്യമാണ്. ഇനി എന്താണ് നമുക്ക് എടുക്കാൻ? ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ബുക്കും ഉണ്ട്. ഫോട്ടോ നമുക്കെടുത്ത് ഇവിടെ ഇടാടാ, ഇവിടെ ഇടാം. പിന്നെ നമുക്ക് ബുക്ക് കൊണ്ടുപോയിട്ട് മറ്റേ അത് ഗ്രാനിയുടെ അമ്മാവൻ്റെ അവിടെ അല്ലേ വെക്കണ്ടേ? ഇവിടെ ഒരു ലിവർ ഉണ്ടാവും, ലിവർ വലിക്കുക. ഇപ്പോൾ തുറന്നിട്ട് ഇതെന്തൊക്കെയാണ് ഇത്? ഞാൻ കളിച്ചപ്പോൾ ഫുള്ള് സ്പൈഡർ കീയാണ് എതിരെ. ഇത് സ്പൈഡർ കീ മാത്രം തരുമോ അത് വേറെ എന്തെങ്കിലും തരുമോ? ഈ ഫോട്ടോ നമുക്ക് കൊണ്ടിടാം. ഫോട്ടോ എനിക്കൊന്ന് ഒരു ഡേ എന്തോ എക്സ്ട്രാ കിട്ടും, 6 days കിട്ടുന്നു. വന്നടാ പരമാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറം നിനക്ക് വേണം. നന്ദിയുണ്ടേ. കാശത്തിനിടെ കൂടെ പോയ എന്നിട്ട് ചത്തു. അത് പിന്നെ ലോജിക്കൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് നമുക്ക് നേരെ ഇത് അയ്യോ ഇതിനുള്ളതല്ലേ അപ്പോൾ കീ. പിന്നെ സേഫ് കീ എന്നില്ലടാ, സേഫ് കീ അതെന്ത് തുറക്കാൻ? ആ തുറക്കണ തന്നെ എവിടെയാടാ? ഇതിനാണോ? അതിന് ഓപ്പൺ ഇപ്പോൾ ഓപ്പൺ ആവാൻ പറ്റുന്നതാണോ പറയണേ? പിന്നെ എവിടെ നിന്നാണ് അത് കിട്ടുക ഈ സാധനമൊക്കെ? നമ്മളെ ഫ്രഞ്ച് നമ്മൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെടുത്തുണ്ടോ ഈ കാറ് ശരിയാക്കണം. ഇതെടുത്തുണ്ടോ ഈ കാറ് ശരിയാക്കാം. നമ്മൾ മറ്റേ അമ്മാമ്മയുടെ അവിടെ പോയില്ല കേട്ടോ. അത് ചിലപ്പോൾ എന്തെങ്കിലും കീ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതുമായിട്ടൊന്ന് റെഡിയാക്കാം ആദ്യം. 2 3 ഓക്കെ. ഫൈനൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണം? മറ്റേ സാധനങ്ങളാ, ഗ്യാസ് ഓയിലോട് വേണടാ. തോരണമെങ്കിൽ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടാവോ പുല്ല്? ഇനി അതിന് വേണ്ടി ഞാൻ കുറേ നടക്കേണ്ടി വരും. അതിന് മുമ്പേ തള്ളാനങ്ങ് തീർക്കുക, അതാണ് നല്ലത്. ഭയങ്കര ശല്യമാണ് ഈ ചത്ത്. അയ്യോ വഴിയിലാണ്. ഇനിയിപ്പോൾ വഴി പോകാൻ പറ്റൂല. മറങ്ങിയാണ് എല്ലാ സ്ഥലത്തും തപ്പി. ഞാൻ ഗ്യാസ് ഓയിലിന് വേണ്ടി ഞാൻ കുറേ നടക്കേണ്ടി വരും. ഒരൊറ്റ സാധനം ഉണ്ടെങ്കിൽ പോകാമെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഇല്ല കേട്ടാ. പിന്നെ നമുക്ക് ആ അമ്മാമ്മയുടെ അവിടേക്ക് പോകണം. അമ്മാമ്മയുടെ അവിടെ പോയിട്ട് കീ എന്താ കിട്ടാൻ നോക്കാം. ഓക്കെ. ഇത് എപ്പോഴും സ്പൈഡർ കീ മാത്രം തരുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമില്ല. ഇതാരടാ സ്പൈഡർ റൂമാണാ? ഇത് തുറക്കൂലേ? തുറക്കണം. തുറന്നു. ഇവിടെ എന്താണ്? റിമോട്ട് കൺട്രോൾ. അത് മറ്റേ അടിയിലല്ലേ, ജ്യൂസ് കൊടുത്താൽ മതി. ഇവിടെ എന്താണ്? പെപ്പർ സ്പ്രേ എന്തിനാടാ? മിക്കവാറും തള്ളടാ കണ്ണിലടിക്കാനായിരിക്കും കേട്ടാ പെപ്പർ സ്പ്രേ. അങ്ങനെ തള്ളക്ക് ഒരു പണി കൊടുക്കാനുള്ള സാധനം കിട്ടിയ നമുക്ക്. ഇനി തള്ള വരണം, അപ്പം കറക്റ്റ് കണ്ണിക്ക് തന്നെ അടിക്കണം. എടാ എന്നാലും എന്താ ഗ്രാനി ഇത്ര ആയിട്ട് വെപ്പൺ മാറ്റാത്ത? എല്ലാവർക്കും ഉണ്ട് ഈ വെപ്പൺ, ഇവിടെ മാത്രം മാറ്റൂല അല്ലേ? എത്ര കൊല്ലങ്ങളായി 1 ഇറങ്ങി 2 ഇറങ്ങി 3 ഇറങ്ങി, എന്നിട്ടും വെപ്പൺ മാത്രം മാറില്ല. ഇപ്പോൾ മറ്റേ ബാഡ്മിൻ്റൺ പിടിച്ചടക്കും. അതിന് മാറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ചെയ്യാം, എന്നാ അങ്ങോട്ട് പോയി. അതിന് ഞാനെപ്പോൾ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമല്ലോ. എന്താ വരാത്തത്? വന്ന് ഇനി കണ്ണിക്കടിച്ചാൽ പോവായിരിക്കും. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല? കണ്ട കണ്ണ് പോയി അവളുടെ. ഇനി ഒന്നും ചെയ്യില്ല. ഹലോ വരണ്ട നമ്മളെ കാണില്ലടാ. ഇനി ഒന്നും ചെയ്യില്ല. ഹലോ ചേച്ചി നിനക്കതൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നത്? കൊള്ളാടാ, സൂപ്പർ. ഒന്നരമായിരിക്കുന്നു, വെറുതെ പറയാനൊന്നും ആയിരിക്കരുത്. വണ്ടർഫുൾ. കാണില്ല, ഞാൻ കുറച്ച് അടുത്തിക്കുന്നതാ. തൊട്ടറിയാലോ അല്ലേ? ഇത്ര ഒറിജിനാലിറ്റി വേണ്ടായിരുന്നു കേട്ടോ ഗെയിമിൽ. ഒരു ഡേ അങ്ങനെ നമ്മൾ വെറുതെ കൊണ്ട് കളഞ്ഞു. ഇനിയും നമ്മൾ മര്യാദ കളിക്കാം.
ഇതെന്താടാ? ഓ ഇവിടെ ഫോട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ വയ്ക്കാം. ഫോട്ടോ ഇപ്പോഴും വയ്ക്കാം. അപ്പോൾ ഒരു ഡേ കിട്ടുമല്ലോ. നമ്മൾ എന്നിട്ട് ഇപ്പോൾ ഒരു ഡേ കളഞ്ഞു. ഓക്കെ, ഇതിവിടെ ഇട്ടിട്ട് ഇവിടെ ബാക്കോട്ട് വിടാം. വട്ടിത്തളാന്ന് ഇത് ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാം. ഒയ്യോടോ. ഞാൻ കാലിൻ്റെ ഇടയിൽ കൂടെ പോയിന്ന് നിൽക്കാലോ. ഇനി 2 മണി വേണമല്ലേ? ഇനി വെറുതെ നമ്മ ഒരെണ്ണം ഉണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഇനി 1 കൂടിയുണ്ട്. അതെവിടെയാണ്? ഇതിനുള്ളിലൊന്നുമില്ല. ഇതിനുള്ളിൽ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഓ ഇത് വീൽ ക്രാങ്ക് എവിടെയാണ് കൊണ്ടാക്കിയ? വീൽ ക്രാങ്ക് എവിടെയാണ്? വീൽ ക്രാങ്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തില്ല കേട്ടോ. എനിക്ക് എപ്പോഴാണ് വാങ്ങണം സ്ക്രൂ ഡ്രൈവറിൻ്റെതാണ് ഓർമ്മ വരും. ഇനി ഒരാശം പോയി കൊന്നാൽ പോരെ? ഓ ചാർജില്ല മിക്കവാറും പോഞ്ചു. ഒന്നും പോയാൻ പാടാ. കണ്ട കൈസ് ലാഗടിക്കണണ്ടാ? ഒന്നല്ല എത്ര നേരമായി. നിന്നെ കണ്ടല്ല, നിന്നൊക്കെ പിടിച്ച് ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഒരു വലിയൊരു പ്രേതണ വീണെന്ന് ആരെങ്കിലും പറയൂ. അല്ലെങ്കിലേ നമുക്ക് പോയിട്ട് സ്ക്രൂ ഡ്രൈവർ എടുക്കാടാ. സ്ക്രൂ ഡ്രൈവർ ഇത് വെച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. A few moments later. ഓ വീണ് അങ്ങനെ ഫൈനലി ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രൂ ഡ്രൈവർ എടുക്കണേ. ഇനിയിതെടുത്ത് ഇവിടെ ഇടാം. നമുക്ക് വേഗം ലാനി വരുമ്പോഴേക്ക് അടുത്ത ഒന്ന് വെറുതെ നേരം കളയാനായിട്ടേ ഇത്ര കാലം ഞാൻ തോറ്റ്. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ്. ഞാൻ ആ പടികൾ ചവിട്ടി കയറി ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയെന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. സ്വാമിയേ ശരണമയ്യപ്പോ. നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം. ഇവിടെ ഇരുന്നിട്ട് ഓക്കെ ഇത് അഴിക്കാം. ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും സ്ക്രൂ ഡ്രൈവിൻ്റെ കാര്യം ഓർമ്മ വരാം. ഓ സേഫ് കീ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ഏതോ വേറെ ഏതോ കീട്ടിയിട്ട് കൊണ്ടിട്ടില്ല. ഈ സ്ഥലം ഈ ലോക്കറിനവിടെ ആയിരിക്കുമോടാ. ഒയ്യോ ഗ്രാനി ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഫോൺ ചാർജ് ചെയ്യുന്ന ഓഫായി ഗൈസ്. ഞാൻ പിന്നെ വരാം. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ഭായ്. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ ഞാൻ നിർത്തുകയാണ് ഭായ്. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.